ഹലോ, അസ്സാം വലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് വീണ്ടും വളരെ ഈസി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ബ്രെഡ് കൊണ്ടുള്ള വളരെ ഈസിയും അതുപോലെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ബ്രെഡ് പക്കാവട എന്നുള്ളത്. അപ്പോൾ ബ്രെഡ് ഓൾമോസ്റ്റ് എല്ലാവരുടെ വീട്ടിലും എപ്പോഴും കാണുന്ന ഒരു സാധനം തന്നെയാണ്. പിന്നെ ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകളാണെങ്കിലും ഒട്ടുമിക്ക വീടുകളിലും എപ്പോഴും ഉണ്ടാകുന്ന ചേരുവകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോൾ വേണേലും തയ്യാറാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള സ്നാക്കാണ്. അപ്പോൾ എന്തായാലും നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഈസി ആയിട്ടുള്ളതും അതുപോലെ ടേസ്റ്റിയും ക്രിസ്പിയൊക്കെ ആയിട്ടുള്ള ഈ ഒരു ബ്രെഡ് പക്കവട ചെയ്തിട്ടെടുക്കുക എന്നുള്ളത് നോക്കാം. അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നവർ അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ആ ഒരു ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പം നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് കാണിക്കുന്നുണ്ടാവും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് വെക്കുക. എങ്കിൽ മാത്രമേ ഇനി അങ്ങോട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടുള്ളൂ. അപ്പോൾ അതുകൂടെ ഒന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് എങ്ങനെയാണ് ബ്രെഡ് പക്കാവട ചെയ്തിട്ടെടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഇതിലേക്ക് വേണ്ടിയിട്ട് 6 ബ്രെഡിൻ്റെ സ്ലൈസാണ് എടുത്തിട്ടുള്ളത്. നമുക്കതിൻ്റെ അരികവശങ്ങളുണ്ടല്ലോ, ഈ ബ്രൗൺ കളറിൽ കാണുന്ന അതൊന്നും ഒഴിവാക്കേണ്ട ആവശ്യമില്ല കേട്ടോ, അത് മുഴുവനായിട്ട് തന്നെ എടുക്കാം. അതുപോലെ നമ്മുടെ ബ്രെഡ് പാക്കറ്റിൻ്റെ ഏറ്റവും ടോപ്പിലും താഴെ വരുന്ന പീസ് ഉണ്ടല്ലോ ബ്രെഡിൻ്റെ സ്ലൈസ്, അതും എടുക്കാം. അതൊക്കെ നമുക്ക് പക്കവടയിലേക്ക് വേണ്ടി എടുക്കാവുന്നതാണ്, ഒഴിവാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ചീകി എടുക്കുകയാണ്. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കുക, മിക്സിയിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കൈ വെച്ചിട്ട് തന്നെ കുഞ്ഞു കുഞ്ഞു പീസുകളാക്കിയിട്ട് എടുത്താൽ മതി. ഞാനിവിടെ എല്ലാം തന്നെ കുഞ്ഞു കുഞ്ഞു പീസുകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള സവാളയാണ്. അത് നമ്മൾ നല്ല പോലെ കനം കുറഞ്ഞ് നീളത്തിൽ അരിഞ്ഞിട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കും മുമ്പേ നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നല്ല പോലെ ഒന്ന് തിരുമ്മിയിട്ട് എടുക്കുക. കൂടി നിൽക്കുന്ന സവാള പീസസ് ഒക്കെ ഒന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് തിരുമ്മിയിട്ട് ചേർത്തിട്ട് കൊടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി, അത് നമ്മൾ നല്ല പോലെ ഫൈനായിട്ട് അരിഞ്ഞെടുത്തിട്ട് ചേർക്കാം. ഓൾമോസ്റ്റ് ഒരു 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി ചെറുതായി അരിഞ്ഞെടുത്ത് ചേർത്തിട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ എരിവിന് വേണ്ടിയിട്ടുള്ള പച്ചമുളകാണ്. അത്യാവശ്യം കുറച്ച് എരിവ് ഇരുന്നാലാണ് ബ്രെഡ് പക്കവട ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് എരിവ് ഇഷ്ടമുള്ളവർ ഒരു 3 പച്ചമുളക് വരെ ചേർത്തിട്ട് കൊടുക്കാം. ഞാനിവിടെ കുട്ടികൾ പച്ചമുളക് കൂടുതൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് എരിവായിരിക്കും എന്ന് പറഞ്ഞ് കഴിക്കില്ല. അതുകൊണ്ട് മാത്രം ഞാനിവിടെ ഒരു പച്ചമുളകാണ് കട്ട് ചെയ്ത് ചേർത്തിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ മല്ലിയില കൂടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് കൂടെ ചേർത്തിട്ട് കൊടുക്കാം. ഇത്രയും ചേർത്തതിന് ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് വളരെ കുറച്ച് മസാലപ്പൊടി കൂടെ ചേർക്കുകയാണ്. ആ ഒരു ബ്രെഡ് പക്കവട കുറച്ച് സ്പൈസിയും ടേസ്റ്റിയും ഒക്കെ ആയിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്തിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ വരെ മുളക് പൊടി, ഇത് എരിവുള്ള മുളക് പൊടിയാണ്. അത് നിങ്ങളുടെ എരിവ് എങ്ങനെയാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ചേർക്കാം. ഇത് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഗരം മസാല പൗഡറാണ്. അത് ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണോളാണ് ചേർക്കുന്നത്. ആ ഒരു ടേസ്റ്റും കൂടി ഇരുന്നാൽ കുറച്ചുകൂടെ നന്നായിരിക്കും നമ്മളത് ഫ്രൈ ചെയ്തിട്ട് വരുമ്പോൾ. അടുത്ത് നമുക്ക് കുറച്ചും കൂടി ഒന്ന് എരിവിന് വേണ്ടിയിട്ട് നമ്മൾ മുളക് പൊടി ചേർത്തിട്ടുണ്ട് എങ്കിൽ പോലും നമുക്കിതിലേക്ക് നമ്മുടെ വറ്റൽ മുളക് ക്രഷ് ചെയ്ത് കൂടെ ചേർക്കാം. അതായത് റെഡ് ചില്ലി ഫ്ലേക്സ് ആണ്. അതൊരു 1/4 ടീസ്പൂൺ ചേർത്തിട്ട് കൊടുക്കാം. ഇത്രയൊക്കെ ചേർത്തതിന് വലിയ എരിവൊന്നും ഇല്ല കേട്ടോ. അത്യാവശ്യം കുറച്ച് എരിവുള്ള ഒരു പച്ചമുളക് തന്നെ കൂട്ടിയാൽ മതി. പിന്നെ എരിവിന് വേണ്ടിയിട്ട് വേണ്ടി നമുക്ക് കുരുമുളകിൻ്റെ പൊടിയൊക്കെ ചേർക്കാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ ആ ഒരു ടേസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾ ചേർത്തിട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയും മസാലപ്പൊടികളാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ പിന്നെ ചേർത്തിട്ട് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മുടെ കടലമാവിൻ്റെ പൊടിയാണ്. ഒരു 3 മുതൽ 3.25 ടേബിൾ സ്പൂണോളം കടലമാവിൻ്റെ പൊടി ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു പക്കവട നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് റൈസ് ഫ്ലോർ ചേർക്കണം. അതായത് അരിപ്പൊടിയാണ് ചേർക്കുന്നത്. നമ്മളിപ്പം പത്തിരിക്ക് വേണ്ടിയിട്ടോ പുട്ടിന് വേണ്ടിയിട്ടോ ഇടിയപ്പത്തിന് വേണ്ടിയിട്ടോ ഏതിനു വേണ്ടി പൊടിച്ചെടുത്ത പൊടിയായാലും കുഴപ്പമില്ല. അപ്പോൾ അതും കൂടെ ചേർത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല പോലെ നമ്മുടെ കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആദ്യം ഞാൻ വെള്ളം ചേർക്കാതെയാണ് മിക്സ് ചെയ്യുന്നത്. കൈ വെച്ചിട്ട് നല്ല പ്രഷർ കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആ ഒരു സവാളിൻ്റെ അകത്തുനിന്ന് കുറച്ച് വെള്ളം ഇറങ്ങിയിട്ട് വരും. നമ്മൾ നല്ല പോലെ കൈ വെച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം അതിൽ എത്രത്തോളം വെള്ളം ഉണ്ട് എന്നുള്ളൊരിത് കിട്ടും. അതിനുശേഷം മാത്രം നമ്മൾ വെള്ളം ചേർത്തിയാൽ മതി. ഞാൻ ആദ്യം ഒരു 1.5 ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്തിട്ടുണ്ട്. ഇതിനുശേഷം കുഴച്ചെടുക്കുമ്പോൾ ഇത് കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഒരു 1 ടേബിൾ സ്പൂൺ അങ്ങനെ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് മാത്രം ഇത് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ കൈ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക.
അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ബ്രെഡ് പെട്ടെന്ന് കുതിർന്ന് കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ ഓവറായിട്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഫ്രൈ ചെയ്യുമ്പം ഇതിനകത്തേക്ക് ഓയിൽ കുടിക്കും. അപ്പോൾ വളരെ കുറച്ച്, അതായത് ഏകദേശം നമ്മളിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ചേർത്തിട്ടാണ് ഇതുപോലെ കുഴച്ചെടുത്തിട്ടുള്ളത്. ഇനി നമ്മളിത് ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യും. അപ്പോഴേക്കും കുറച്ചും കൂടെ ഒന്ന് നമ്മളിപ്പോൾ ഈ ഒരു കുഴച്ചെടുത്തതിനേക്കാളും കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുള്ളൊരു കണ്ടീഷൻ ആയിട്ടുണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ വെള്ളം ഒരുപാട് ചേർത്തിട്ട് കുഴച്ചെടുക്കരുത് കേട്ടോ. വെള്ളം കുറേശ്ശെ മാത്രം ചേർത്തിട്ട് കുഴച്ചെടുക്കുക. ഇതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം നമ്മളൊരു 15 മുതൽ ഒരു 30 മിനിറ്റ് വരെ വെച്ചിരുന്നാൽ കുറച്ചും കൂടെ നല്ലതാണ്. ഞാനിവിടെ ഒരു 30 മിനിറ്റ് ഒന്ന് വെച്ചതിന് ശേഷമാണ് നമ്മളിത് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ബ്രെഡ് പക്കവടക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു മിക്സ് ഉണ്ടാക്കി വെച്ചിട്ട് 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ആ സവാളയിൽ നിന്നും കുറച്ചും കൂടെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി, അതിൻ്റെ ആ ഒരു കട്ടിയിൽ നമ്മൾ കുഴച്ചെടുത്തത് കുറച്ചും കൂടെ ഒന്ന് ലൂസായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വീണ്ടും ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. നമ്മുടെ കയ്യിൽ ഓയിലോ അതല്ലെങ്കിൽ കുറച്ച് വെള്ളം എന്തെങ്കിലും തടവിയിട്ട് നമ്മൾ കുഴച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ അതങ്ങനെ ഒട്ടി പിടിക്കൂല. ഈ സമയം നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർത്തിട്ട് കൊടുക്കാം കേട്ടോ. ഇതിലിപ്പോൾ ഉപ്പെല്ലാം കറക്റ്റാണ്. ഇനി നമുക്ക് ചൂടായിട്ടുള്ള ഓയിൽ ഇത് ഫ്രൈ ചെയ്യാം. ഞാനിവിടെ ഫ്രൈ ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലാണ്. വെളിച്ചെണ്ണയിലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഫ്രൈ ചെയ്യുന്നത്. ഇത് നമുക്ക് കറക്റ്റ് ചൂടാവണം, എങ്കിൽ മാത്രമേ നമ്മൾ ബ്രെഡ് പക്കവട നല്ല ടേസ്റ്റിലും നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ചെറിയൊരു പോർഷൻ ഇട്ട് കൊടുക്കാം. അത് പെട്ടെന്ന് പൊങ്ങി വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഓയിലിൻ്റെ ചൂട് നല്ല കറക്റ്റാണ്. ഒരു മീഡിയം തീയിൽ ഇട്ടുകൊണ്ടിരിക്കുക. ഇതിന് ശേഷം നമ്മൾ പക്കവടക്ക് ചെയ്യുന്ന പോലെ ചെറിയ ചെറിയ ഉരുളകളോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്യാം. അതല്ലെങ്കിൽ പക്കവടക്ക് എല്ലാവർക്കും അറിയാം അത് പ്രത്യേകിച്ച് ഷേപ്പൊന്നുമില്ല. വേണമെങ്കിൽ നമുക്കിത് നീളത്തിലോ ഏതെങ്കിലും ഷേപ്പിലായിട്ട് നമുക്ക് കയ്യിൽ വെച്ചിട്ടൊന്ന് റോൾ ചെയ്തിട്ട് അങ്ങനെയൊക്കെ നമുക്ക് ചേർക്കാവുന്നതാണ്. ഞാനിപ്പം ചെറിയ ചെറിയ പോർഷൻസ് എടുത്തിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഇത് പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും. കാരണം ബ്രെഡാണ്, എല്ലാവർക്കും അറിയാം ബ്രെഡും സവാളയൊക്കെ പെട്ടെന്ന് നമുക്ക് കുക്കായി കിട്ടുന്ന കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഓയിലിൻ്റെ ചൂട് ശ്രദ്ധിക്കുക. ഒത്തിരി ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് കളർ മാറും, പക്ഷേ ഉള്ളിലേക്ക് അങ്ങോട്ട് കറക്റ്റായിട്ട് കുക്കാവില്ല. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ച് നമ്മൾ ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള സ്നാക്കാണ്. നല്ല ക്രിസ്പിയാണ് കേട്ടോ. അത് നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ നല്ല ക്രിസ്പിയാണ്. പിന്നെ ബ്രെഡിന് ചെറിയൊരു മധുരമുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ച് എരിവിൽ ചെയ്താലാണ് ഇത് കേട്ടോ ടേസ്റ്റ്. ബ്രെഡ് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ മിൽക്ക് ബ്രെഡാണിത്. കുറച്ച് മധുരത്തിലുള്ളതാണ്. അപ്പം കുറച്ച് എരിവും കൂടെ ഉണ്ടെങ്കിലാണ് ആ മധുരം എരിവും കൂടെ നല്ല ടേസ്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ ബ്രെഡ് ഉള്ളവർ ഇപ്പം തന്നെ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കാം കേട്ടോ. വളരെ ഈസിയാണ്. പിന്നെ നമ്മുടെ ചാനലിൽ നമ്മൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. റമദാൻ റെസിപ്പീസ് അതുപോലെ സ്നാക്കിൻ്റെ ഒക്കെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കാണാത്തവരുണ്ടെങ്കിൽ അതിലൊന്ന് പോയി നോക്കുക. ഒരുപാട് റമദാന് ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്നാക്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ടൂടെ കൊടുക്കുക. പിന്നെ നമുക്ക് വീണ്ടും നല്ല റെസിപ്പീസുമായിട്ട് കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.